ഇവിടെ നടന്നു പോകുമ്പോൾ സംഭവിക്കുന്ന ബോംബ് സ്ഫോടനമായാലും അതുപോലുള്ള നിരപരാധികൾ വധിക്കപ്പെടുന്ന എല്ലാ സംഭവങ്ങളും മൊത്തത്തിൽ നിരോധിക്കപ്പെട്ടതാണ്. അത് വളരെ വ്യക്തമാണ്. ഇങ്ങനെയുള്ള സംഭവങ്ങളെ കുറ്റപ്പെടുത്തുന്ന മുസ്ലിങ്ങളായ മതനേതാക്കന്മാരുണ്ട്. ഞാൻ USA-യിലും UK-യിലും പോയപ്പോൾ ചില മുസ്ലിം സംഘടനകൾ ലണ്ടൻ ട്യൂബ് സ്റ്റേഷനിൽ നടന്ന ബോംബ് സ്ഫോടനത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ കുറ്റപ്പെടുത്തുന്നത് കാണാൻ സാധിച്ചു. ഞാൻ അമേരിക്കയിൽ പോയപ്പോൾ ചില മുസ്ലിം സംഘടനകൾ സെപ്റ്റംബർ 11 നടന്ന സംഭവത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ കുറ്റപ്പെടുത്തുന്നതും കാണാൻ സാധിച്ചു. ഞാനും അവരോട് യോജിക്കുന്നു. ആയിരങ്ങളുടെ മരണത്തിന് കാരണമായ 9/11 സംഭവത്തിന്റെ ശില്പികളെ ഞാനും കുറ്റപ്പെടുത്തുന്നു. ആരാണ് അത് ചെയ്തതെന്ന് എനിക്കറിയില്ല. മുസ്ലിങ്ങളാണ് അത് ചെയ്തതെന്ന് ഞാൻ പറയുന്നില്ല. മാധ്യമങ്ങളാണ് അങ്ങനെ പറയുന്നത്. അവരുടെ വാദങ്ങൾക്ക് തെളിവുമില്ല, ഒരു തെളിവുമില്ല. ആരാണ് അതിന്റെ പിന്നിൽ എന്ന് ചർച്ച ചെയ്യുന്ന ചില ഡോക്യുമെന്റുകൾ ഇന്റർനെറ്റിൽ കാണാം. അവയിൽ പറയുന്നത് അത് ഭരണകൂടവും ജോർജ് ബുഷും ചേർന്ന് നടത്തിയ പദ്ധതിയാണ് എന്നാണ്. പക്ഷെ ആരാണ് അതിന്റെ പിന്നിലെന്ന് എനിക്കറിയില്ല. പക്ഷെ അതാരുമായിക്കോട്ടെ, സെപ്റ്റംബർ 11 ഇരട്ട ഗോപുരങ്ങളിൽ നടന്ന ബോംബ് സ്ഫോടനം കാരണമായിട്ട് ആയിരങ്ങൾ മരണപ്പെടുകയുണ്ടായി. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ ഞാൻ കുറ്റപ്പെടുത്തുന്നു. 50-ൽ കൂടുതൽ പേർ മരിക്കാനിടയായ ലണ്ടനിലെ ട്യൂബ് സ്റ്റേഷനിൽ നടന്ന ബോംബ് സ്ഫോടനത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെയും ഞാൻ കുറ്റപ്പെടുത്തുന്നു. കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് ഒരു ജൂലൈ മാസത്തിൽ ബോംബെയിലെ ട്രേഡ് സെന്ററിൽ 100 പേർ മരിക്കാനിടയായ ബോംബ് സ്ഫോടനത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെയും ഞാൻ കുറ്റപ്പെടുത്തുന്നു. പക്ഷെ അത്രയും പറഞ്ഞു നിർത്തരുത്. അഫ്ഗാനിസ്ഥാനിൽ ആയിരങ്ങൾ മരിക്കാനിടയായ സംഭവങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ചവരെയും ഞാൻ കുറ്റപ്പെടുത്തുന്നു. ഇറാഖിൽ ആയിരങ്ങൾ മരിക്കാനിടയായ സംഭവങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ചവരെയും പലസ്തീനിൽ ആയിരങ്ങൾ മരിക്കാനിടയായ സംഭവങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ചവരെയും ഞാൻ കുറ്റപ്പെടുത്തുന്നു. ഞാൻ ഇതിനെ വൈറ്റ് കോളർ ഭീകരവാദമെന്ന് വിളിക്കുന്നു. നിങ്ങൾക്കറിയാമോ അവരെന്താണ് ചെയ്യുന്നതെന്ന്? അവർ അന്തരീക്ഷത്തിലൂടെ മിസൈലും ബോംബും വർഷിപ്പിച്ച് ആക്രമണം അഴിച്ചുവിടുന്നു. പലസ്തീനിലെ ജനങ്ങൾ കല്ലുകൾ കൊണ്ട് പോരാടുന്നു. എന്നിട്ട് അവരെ ഭീകരവാദികളെന്ന് വിളിക്കുന്നു. നിങ്ങൾക്കറിയാമോ, അമേരിക്കൻ വ്യോമസേനയുടെ മിസൈലുകളാണ് അവർ അയക്കുന്നത്. അമേരിക്ക ക്ലസ്റ്റർ ബോംബുകളാണ് വിക്ഷേപിക്കുന്നത്. ക്ലസ്റ്റർ ബോംബ് എന്താണെന്ന് അറിയാമോ? ക്ലസ്റ്റർ ബോംബ് എന്നാൽ അത് വർഷിക്കുമ്പോൾ പല ബോംബുകളായി വിഭജിച്ച് ആയിരക്കണക്കിന് അഫ്ഗാനികളുടെ മരണത്തിനിടയാക്കുന്നു. എന്തിനു വേണ്ടി? ഇതെല്ലാം ഭീരുത്വത്തിന്റെ ലക്ഷണങ്ങളാണ്. അതുകൊണ്ട് കഴിഞ്ഞ പ്രഭാഷണത്തിൽ ഞാൻ ഇപ്രകാരം പറയുകയുണ്ടായി. കഴിഞ്ഞ കുറച്ച് ദശാബ്ദങ്ങൾക്കിടയിൽ ലോകത്തുണ്ടായ ഏറ്റവും വലിയ ഭീകരവാദി ജോർജ് ബുഷാണ്. 1ാം സ്ഥാനക്കാരൻ. അദ്ദേഹം കാരണമായി മരണപ്പെട്ടവരുടെ എണ്ണത്തേക്കാൾ കൂടുതൽ മറ്റാരും കാരണമായി മരണപ്പെട്ടിട്ടില്ല. അദ്ദേഹം ഇപ്പോൾ ആ സ്ഥാനത്തില്ല. ഇറാഖിൽ അദ്ദേഹം മരുന്നുകൾക്ക് നിരോധനം ഏർപ്പെടുത്തിയത് കാരണമായിട്ട് 500,000 കുട്ടികൾ മരണമടഞ്ഞു. അത് ജോർജ് ബുഷ് കാരണമുണ്ടായതാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന വിഷയമാണത്. ഒരു വാദത്തിനായി ഒരു മനുഷ്യൻ അവിടെ ഒളിച്ചിരിപ്പുണ്ടായിരുന്നു എന്ന് ഞാൻ അംഗീകരിക്കാം. പക്ഷെ ആ മനുഷ്യൻ, അതായത് ബിൻ ലാദനാണ് അത് ചെയ്തത് എന്നതിന് യാതൊരു തെളിവുമില്ല. ഇനി അദ്ദേഹമാണ് അത് ചെയ്തതെങ്കിൽ പോലും ഒരു മനുഷ്യന് വേണ്ടി ആയിരങ്ങളെ കൊല ചെയ്യാമോ? ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. അത് ശുദ്ധ അസംബന്ധമാണ്. ഇതിൽ നിന്ന് എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാധ്യമങ്ങളുടെ ചിത്രീകരണങ്ങളാണ് ഇതെല്ലാമെന്നാണ്. ഇവയെല്ലാം ചെയ്യുന്നത് മുസ്ലിങ്ങളാണ് എന്ന് ചിത്രീകരിക്കുന്നത് മാധ്യമങ്ങളാണ്. ചില മോശക്കാരായ മുസ്ലിങ്ങൾ ഉണ്ടെന്ന് എനിക്കറിയാം സഹോദരി. ഞങ്ങളുടെ സമുദായത്തിൽ മോശക്കാരായവരുണ്ട്. എല്ലാ മതവിഭാഗങ്ങളിലും മോശമായവരുണ്ട്. ഇന്ത്യൻ മാധ്യമങ്ങൾ കാശ്മീരിനെ പറ്റി സംസാരിക്കാറുണ്ട്. ആസാമിനെ കുറിച്ച് അവർ എത്രമാത്രം തുറന്നു കാട്ടാറുണ്ട്. നക്സലേറ്റുകൾ, മാവോയിസ്റ്റുകൾ കേട്ടിട്ടില്ലേ? ഇന്ത്യക്കുള്ള ഏറ്റവും വലിയ ഭീഷണി മാവോയിസ്റ്റുകളാണ്. അവരെന്താണ് ചെയ്യുന്നത് അറിയാമോ? അവർ പോലീസ് സ്റ്റേഷനുകളിൽ ബോംബാക്രമണം നടത്തുന്നു. അവർ പോലീസുകാരെ വധിക്കുന്നു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൊലപാതകങ്ങൾ നടത്തുന്നത് മാവോയിസ്റ്റുകളാണ്. അവർ കമ്മ്യൂണിസ്റ്റുകാരാണ്. LTTയെ കുറിച്ച് കേട്ടിട്ടില്ലേ? അവർ ഹിന്ദുക്കളാണ്. ആരാണ് അവരെ ഹിന്ദു ഭീകരവാദികൾ എന്ന് വിളിക്കുന്നത്? നിങ്ങൾ ആസാമിൽ പോയി നോക്കൂ. അവിടെ ക്രൈസ്തവ ഭീകരവാദമാണ്. ഹിന്ദുക്കൾ ചെയ്യുമ്പോൾ നിങ്ങൾ അതിനെ LTTE എന്ന് വിളിക്കുന്നു. ലിബറേഷൻ തമിഴ് ടൈഗേഴ്സ് ഇല്ല. നിങ്ങൾ UK-യിൽ പോയാൽ അവിടെ IRA എന്ന സംഘടനയുണ്ട്, ഐറിഷ് റിപ്പബ്ലിക്കൻ ആർമി. അവർ കത്തോലിക്കരാണ്. കത്തോലിക്കക്കാരും പ്രൊട്ടസ്റ്റന്റുകാരും തമ്മിൽ വളരെ വലിയ വ്യത്യാസമുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് അവരെ ആരും കത്തോലിക്കൻ ഭീകരവാദികൾ എന്ന് വിളിക്കാത്തത്? ഒരു മതവും നിരപരാധികളെ കൊല്ലാൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല. പക്ഷേ നിരപരാധികളെ കൊല്ലുന്ന അമുസ്ലിങ്ങളാണ് മുസ്ലിങ്ങളെക്കാൾ കൂടുതൽ. നിരപരാധികളെ വധിക്കുന്ന മുസ്ലിങ്ങൾ എന്ന് വാദിക്കുന്നവർ യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളല്ല. അവർ ഖുർആന്റെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അധ്യാപനങ്ങളെ അല്ല പിൻപറ്റുന്നത്. മാധ്യമങ്ങൾ മോശക്കാരായ മുസ്ലിങ്ങളെ തിരഞ്ഞെടുത്ത് മാതൃകായോഗ്യരായ മുസ്ലിങ്ങളായി ചിത്രീകരിക്കുന്നു. അതിനാൽ ആദ്യമായി കുറ്റപ്പെടുത്തേണ്ടത് മാധ്യമങ്ങളെയാണ്. മാധ്യമങ്ങൾക്ക് പകലിനെ രാത്രിയാക്കാനും കറുപ്പിനെ വെളുപ്പാക്കാനും നായകനെ വില്ലനാക്കാനും വില്ലനെ നായകനാക്കാനും സാധിക്കും. കൂടുതൽ വിവരങ്ങൾക്കായി നിങ്ങൾക്ക് ഭീകരവാദം മുസ്ലിം മേൽക്കോയ്മയോ എന്ന എന്റെ പ്രഭാഷണം ഇൻഷാ അല്ലാഹ് കേൾക്കാവുന്നതാണ്.